ഇങ്ങനെ ഭയങ്കരമായി എക്സൈറ്റ് ചെയ്യിച്ച് അങ്ങനെ ഒരു കണ്ടെത്തി ഒരാളെ യൂട്ടിലൈസ് ചെയ്ത ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അല്ലാത്ത ഒരാളെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്? എന്റെ മിക്കവാറും ഒക്കെ ഞാൻ പറയുന്നത് കുറെ സെലിബ്രിറ്റി ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ഈ പറയുന്ന ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് എത്രയോ ഉണ്ട്. ഞാൻ തുടക്കം അതില് എസ്പെഷ്യലി വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് കുട്ടികൾ. ഫ്രൂട്ടിയുടെ ആണോ ഒരു പരസ്യം ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ? അതെ ഷാരൂഖിന്റെ. അതെ, അത് ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ. അപ്പം ഒരു കുട്ടി നമ്മൾ ചിലപ്പോൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ബിഹേവ് ചെയ്യും. പക്ഷെ ആ ബിഹേവിയർ ഒരു രണ്ടാമത്തെ ടേക്കിൽ കിട്ടില്ല. കാര്യം അത് സർപ്രൈസിങ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. അതെ അതെ. ഇപ്പോ ക്യാപ്ചർ ചെയ്യണം. ചില സമയത്ത് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഏതൊരു ഫിലിമിൽ ഓർമ്മയുണ്ട്, ഫിലിം ഏതാന്ന് ഓർമ്മയില്ല. പെട്ടെന്ന് ഇങ്ങനെ കഥ തുറന്നു വരുമ്പം കൊച്ചുകുട്ടിയാണ്, അവനൊരു 6 വയസ്സേ ഉണ്ടാവുള്ളൂ. നോക്കുമ്പോ അവൻ ഞെട്ടണം. അപ്പൊ അവനടുത്ത് ഞെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞെട്ടൂല. അപ്പൊ ഞാൻ കറക്റ്റ് ആ സമയത്ത് അവൻ തുറന്നു കഴിയുമ്പോ ഞാൻ ഒരിക്കലും ഷൗട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ ആരെയോ ലൗഡായിട്ട് വളരെ ലൗഡായിട്ട് ഷൗട്ട് ചെയ്തപ്പോൾ ഞെട്ടി. അത് അപ്പൊ ഞെട്ടി. അപ്പം രണ്ടാമതൊരു ടേക്ക് അവന് മനസ്സിലാവും ഞാൻ ട്രിക്ക് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എത്രയും റിയൽ ആയിട്ട് നമ്മളൊരു ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതില് ആ ഫ്രൂട്ടിയുടെ പരസ്യത്തിലെ ഷാരൂഖ് ഖാൻ ഇങ്ങനെ ആസ്വദിച്ച് ഫ്രൂട്ടി കുടിക്കുകയാണ്. ഈ കുട്ടികൾ ഇങ്ങനെ ചുറ്റും ഇരുന്നിട്ട് അതിങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ കൊതിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ പിന്നെ എവിടെയോ അത് കണ്ടിട്ടുണ്ട്, അത് വളരെ ക്യാമറകളൊക്കെ മാറ്റിവെച്ച് ഈ കുട്ടികളെ ഒരു തരത്തിലും എന്താ പറയുക കെയർഫുൾ ആകാതെ വളരെ വളരെ നാച്ചുറൽ ആയിട്ട് അവരെ കിട്ടാൻ ശ്രമിച്ചിരുന്നു എന്ന് കേട്ടു. തീർച്ചയായിട്ടും. കാര്യം അത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാതെ ചില സമയത്ത് ഡ്രൂൾ ചെയ്യണം. കാര്യം ഫ്രൂട്ടി ഒരാൾ ഇങ്ങനെ കുടിക്കുമ്പോ പണ്ടൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ കോളേജിലൊക്കെ പഠിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് കോളേജിന്റെ പുറകിൽ നിന്നുള്ള ബസ് കയറുന്ന അവിടെ ഒരു ബേക്കറി ഉണ്ട്. അപ്പൊ അവിടെ ഒരു ബേക്കറിയിൽ ചിലപ്പം അതിന്റെ അകത്ത് നമുക്ക് അപ്പം പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ ആരെങ്കിലും കഴിക്കുന്ന ഒരു സമോസ ഇത് അവര് കഴിക്കുന്നുണ്ടാവും. നമ്മുടെ ഈ പോക്കറ്റ് മണി ഒന്നുമില്ല, അതൊന്ന് കഴിക്കാൻ തോന്നും. അപ്പൊ നമ്മള് ആരും അറിയാതെ അവനെ നോക്കി നമ്മൾ തൊണ്ട ഇറക്കുന്ന ഒരു അവസ്ഥയൊക്കെ പലവരും പോയി കാണും. അതുവഴി ആ ഒരു സ്പേസ് അല്ലേ നമ്മൾ കൊണ്ടുപോയി. അപ്പൊ കുഞ്ഞിനോട് എങ്ങനെ പറയും? അപ്പൊ ഞാൻ പല സെറ്റപ്പുകൾ അവിടെ ഉണ്ടാക്കി. ചിലവര് അവരുടെ ഈ കുട്ടികളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഐസ്ക്രീം ഒക്കെ ഇരുന്ന് തിന്നും, കേക്ക് വലിച്ചു വാരി തിന്നും. പക്ഷെ 2 ടേക്ക് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അത് മാറും. പിന്നെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് കൊണ്ടുവരും. ഇതൊക്കെ ഒളിഞ്ഞ് നിന്ന് ക്യാപ്ചർ ചെയ്യാതെ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഭയങ്കര അഡ്വർടൈസിങ് ആയി പോവും, ഭയങ്കര ആഡി ആയി പോവും. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, സ്വയമായിട്ട് അഭിനയിക്കുമോ എന്ന് ചോദിക്കുന്ന ജീവിതത്തിൽ ഓഫ് കോഴ്സ്. പക്ഷെ എനിക്ക് കൂടുതലും എക്സ്ട്രാക്ട് ചെയ്യുക ഒരാളിൽ നിന്ന്, അത് ആക്ടറായാലും നോൺ ആക്ടേഴ്സ് ആണെങ്കിലും അവരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ആ ആക്ടർ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വേറെ 1-2 ഫിലിം മേക്കേഴ്സ് അവരെ കാസ്റ്റ് ചെയ്തിട്ട് പെട്ടുപോയ അവസ്ഥകളൊക്കെ എന്നെ വിളിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവസ്ഥകളുണ്ട്. അപ്പൊ നമ്മൾ അവരറിയാതെ ചില സമയത്തൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന മൊമെന്റുകളൊക്കെ ഉണ്ടാകും. എനിക്ക് അതൊക്കെ എക്സൈറ്റിംഗ് ആണ് ആക്ച്വലി. ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അതെന്നെ സംബന്ധിച്ച് എപ്പോഴും എക്സൈറ്റിംഗ് ആയിരുന്നു. ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ തുടരും കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ റിയലൈസ് ചെയ്ത ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ അത്ര കോൺഫിഡന്റ് ആയിരിക്കും ശരിക്കും ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണ്. ഞാൻ ആൾക്കാരുടെ മുമ്പിൽ പോയി എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഞാൻ ഇരിക്കുക, അതൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവരുടെയൊക്കെ സമയം കളയുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.